ഹായ്. പല ഇനം ഘടകപദാർത്ഥങ്ങളും കൂടിച്ചേർന്നിട്ടുള്ള ഒരു മിശ്രിതത്തിൽ നിന്നും നമുക്ക് ആവശ്യമായ ഘടകപദാർത്ഥത്തെ എങ്ങനെ വേർതിരിക്കാം, ഇതുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണമാണ് ചെയ്യുന്നത്. ഇതിനുവേണ്ടി ആദ്യമായി ഞാൻ ഒരു മിശ്രിതം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ ഗ്ലാസ്സിൽ വെള്ളമുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ലയിപ്പിക്കാം. ഇത് ഉപ്പാണ്. ഇനി ഈ മിശ്രിതത്തിലേക്ക് ഞാൻ അല്പം മണൽ കൂടി ചേർക്കുകയാണ്. ഇത് മണലാണ്. ഇനി ഇതേ മിശ്രിതത്തിലേക്ക് ഏതാനും കഷ്ണം മെഴുക് ഇടുന്നു. ഇപ്പോൾ 4 ഘടകപദാർത്ഥങ്ങൾ ചേർന്ന ഒരു മിശ്രിതമാണിത്. ഇതിൽ വെള്ളമുണ്ട്, മണലുണ്ട്, ഉപ്പ്, അത് ലയിച്ചു ചേർന്നിട്ടുണ്ട്, മെഴുകുണ്ട്. ഓരോ ഘടകപദാർത്ഥത്തിൻ്റെയും സ്വഭാവങ്ങളെയാണ് വേർതിരിക്കാൻ വേണ്ടി നാം ഉപയോഗപ്പെടുത്തുന്നത്. മെഴുക് സാന്ദ്രത കുറവുള്ള പദാർത്ഥമാണ്. അത് വെള്ളത്തിന് മുകളിൽ പൊങ്ങി നിൽക്കുന്നു. അതുകൊണ്ട് നമുക്ക് അതിനെ ഒരു സ്പൂൺ ഉപയോഗിച്ച് കോരി മാറ്റാം. വളരെ സിമ്പിളായി നമുക്ക് മെഴുകിനെ വേർപെടുത്താൻ സാധിച്ചു. ഇനി ഇതിനകത്തുള്ളത് മണലും ഉപ്പും വെള്ളവുമാണ്. ഇതിൽ നിന്ന് ഉപ്പിനെയാണ് വേർതിരിച്ചെടുക്കേണ്ടത്. അതിന് ആദ്യം മണലിനെ നീക്കം ചെയ്യണം. അതിനായി നമുക്ക് ഫണലും ഈ തുണിയും ഉപയോഗിക്കാം. ഈ തുണിയെ ഇവിടെ ഒരു അരിപ്പയായി ഉപയോഗിക്കുന്നു. മണൽ ഈ തുണിയിലാണ് കിട്ടിയിരിക്കുന്നത്. തെളിഞ്ഞ ഉപ്പ് ലായനിയാണ് ഇപ്പോൾ ഈ പാത്രത്തിലുള്ളത്. ഇതിൽ നിന്ന് ഇനി ഉപ്പിനെ വേർതിരിച്ചെടുക്കണം. അതിന് ചെയ്യാനുള്ള മാർഗം ബാഷ്പീകരണമാണ്. ഈ വെള്ളത്തെ ബാഷ്പമാക്കി മാറ്റിയാൽ നമുക്ക് ഉപ്പിനെ വേർതിരിച്ചെടുക്കാം. നമുക്ക് നോക്കാം. ഇതിൽ നിന്നും വെള്ളം നീരാവിയായി പോകുന്നത് കാണാൻ കഴിയുന്നു. ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഉപ്പ് തരികൾ ബാക്കിയായിരിക്കുന്നു. ഇങ്ങനെ ഓരോ ഘടകപദാർത്ഥത്തിൻ്റെയും വ്യത്യസ്തങ്ങളായ സവിശേഷതകൾ ഉപയോഗിച്ച് നമുക്ക് ഒരു മിശ്രിതത്തിൽ നിന്നും അവയെ വേർതിരിക്കാൻ സാധിക്കും. നാം ഇവിടെ ഉപയോഗിച്ച പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മെഴുകിനെ വേർതിരിക്കാൻ സാന്ദ്രതയിലുള്ള വ്യത്യാസം ഉപയോഗിച്ചു. മണലിനെ വേർപെടുത്താൻ നാം അരിപ്പ് ഉപയോഗിച്ചു. ഘടകപദാർത്ഥങ്ങളുടെ വലുപ്പ വ്യത്യാസം ആണ് അരിപ്പയിൽ നാം ഉപയോഗപ്പെടുത്തുന്നത്. അവസാനമായി ഉപ്പിനെ വേർപെടുത്താൻ നാം ബാഷ്പീകരണം എന്ന തത്വം ഉപയോഗിച്ചു. ജലം മാത്രം ബാഷ്പമായി പോയി, ഉപ്പ് നമുക്കിവിടെ ബാക്കിയായി കിട്ടി. ഇങ്ങനെ വൈവിധ്യമാർന്ന രീതികളിൽ നമുക്ക് മിശ്രിതങ്ങളിൽ നിന്നും അവയുടെ ഘടകപദാർത്ഥങ്ങളെ വേർപെടുത്താൻ സാധിക്കും.